ഹായ് മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ ഇന്ന് മോർണിംഗ് ഡേ സ്റ്റാർട്ടിങ് തന്നെ ഒരു കോഫിയിലാണ്. അപ്പം സമയം 5:30 മണിയായി. അപ്പം ഞാൻ എവിടെ പോകാമെന്ന് വെച്ചാൽ ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് ഒരു കോഫി. അപ്പം ഞാൻ എപ്പോഴും ഇതിൻ്റെ മുമ്പ് ജിമ്മിന് പോകുന്ന സമയത്തെ ഒരു ഗ്ലാസ്സിൽ എന്തായാലും എന്തൊക്കെ ഒഴിഞ്ഞാൽ ഈ കോഫി ഞാൻ വിടൂല. എന്താ വെച്ചാൽ നല്ല എനർജി ആയിരിക്കും, നമുക്ക് നല്ലോണം വർക്കൗട്ട് ചെയ്യാൻ ഒരു മടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. വിത്തൗട്ട് ഷുഗർ, ഞാൻ ഷുഗർ യൂസ് ചെയ്യില്ല. അപ്പം നല്ല തണുപ്പാണ്, റോട്ടിൽ ആരുമില്ല. ഞാൻ 5:45 സമയത്താണ് ജിമ്മിലെത്തിയത്. അപ്പോൾ വർക്കൗട്ടൊക്കെ മസിൽസ് വർക്കൗട്ട് മിക്സ് ആണല്ലോ, ഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ സെക്കൻഡ് ഡേ ആണല്ലോ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്തെന്ന മസിൽസ് വർക്കൗട്ടും മിക്സാണ് ചെയ്തിട്ട് സൈക്കിളൊക്കെ ചവിട്ടി ഒരു 15 മിനിറ്റ് സൈക്കിളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആളും അങ്ങനെ ജിമ്മിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി വീട്ടിലേക്കാണ് ഗൈസ്. എന്തായാലും ഉച്ചക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നെങ്കിൽ ഈ രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന ഭയങ്കര ഒരു നല്ലൊരു ഫീലാണ്. ആദ്യമായിട്ട് തന്നെ ഈ രാവിലെ പോയത് ക്ലൈമറ്റൊക്കെ കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ മീൻ പോയ ആൾക്കാരെല്ലാം വന്നിട്ട് വലമൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. അങ്ങനെ എന്താക്കി നേരെ കുളികലൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ. പിന്നെ ഇന്ന് മുതൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അപ്പം ഞാൻ വരുന്ന സമയത്ത് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും എടുത്തുകൊണ്ട് നടന്നു വന്ന ഗൈസ്. അപ്പം ഞാൻ അതൊക്കെ അവിടെ വെച്ച് അടുത്തെന്താ ചെറുപയർ പുതർത്തിയിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. ചെറുപയർ കറിയും ദോശയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ അവർ വീട്ടിലെല്ലാവർക്കും ആണല്ലോ, ഞാൻ മാത്രമല്ല ഡയറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ എൻ്റെ ഡയറ്റ് സ്റ്റാർട്ടിങ് ആണ് ഗൈസ്. അപ്പം നമുക്ക് നോക്കാം കട്ടക്ക് വർക്കൗട്ടും ഡയറ്റൊക്കെ എടുത്തിട്ട് 1 മന്തിൽ എത്ര കിലോ വെയിറ്റാണ് കുറയുന്നതെന്ന് ഞാൻ എൻ്റെ വെയിറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ വെയിറ്റ് ഇത്രയാണ്. അപ്പോൾ ഇന്ന് ആണ് ഡേ സ്റ്റാർട്ടിങ് എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ഞാൻ ഡയറ്റ് എടുക്കുന്നത്. ഇന്നലെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തതിന്. അപ്പം നമ്മൾ എന്ത് കളിച്ചാലും ഡയറ്റ് എടുത്താലും മാത്രമേ നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഞാൻ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. ആ സമയത്ത് ഞാൻ ഏകദേശം ഞാനൊരു 6 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ വന്നിട്ട് 83-ലാണ് കയറിയത്. ഞാൻ 67 കിലോ വരെ ഞാൻ നല്ലോണം വെയിറ്റ് കുറച്ചിന്. ശരിക്കും പറഞ്ഞാൽ നല്ല നമ്മളെ ബോഡിയൊക്കെ നല്ല ഷേപ്പാക്കി നല്ല വൃത്തിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ജിമ്മൊക്കെ ഞാൻ കഴിഞ്ഞതിന് ശേഷം ഫുള്ള് ഫുഡ് കഴിക്കൽ മാത്രമല്ല, അധികം ഞാൻ ഇങ്ങനെ ഉറങ്ങിയും പുറത്തൊന്നും അങ്ങനെ പോകാറില്ല. അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് കൂടിയതാണ്. അങ്ങനെ ദോശക്കുള്ള അരിയൊക്കെ അരച്ച് ദോശ ശരിയായി. അപ്പോൾ ഇതാണ് നന്ന നേർമെന്നുള്ള ദോശയാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റും. എൻ്റെ മോനിലെ കറിയൊന്നും ഇല്ലാന്ന് കഴിക്കുക. ക്രിസ്പി ആയിട്ട് കൊടുത്താൽ ഈ തേങ്ങയൊക്കെ കൂടുതൽ കൂട്ടുന്നതുകൊണ്ടേ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി വേണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ ഇനിയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്, ഒരു ബിഗ് താങ്ക്സ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് ഞാൻ വിചാരിച്ചു എനിക്കും ആരും ഇല്ലല്ലോ, എന്നൊക്കെ ആര് കാണാനാ, എന്നൊക്കെ ആര് ലൈക്ക് ചെയ്യാനാന്ന് ഇങ്ങനെ വിചാരിച്ചിന്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അത്ര ദിവസമേ ആയിട്ടുള്ളൂ. എന്നാൽ ഇത്രയും സബ്സ്ക്രൈബർ ഇത്രയും വ്യൂസ് ഉണ്ടല്ലോ. എനിക്ക് ഓരോരോ വ്യൂസ് വരുന്നത് കോടി സന്തോഷം തരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയോ ചിന്തിച്ചിന് എനിക്ക് ആരും എനിക്കൊരു സപ്പോർട്ടീവ് ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഓരോരോ വ്യൂസിനും ഞാൻ സന്തോഷിക്കുന്നത് കോടി അത് അറിയിക്കാൻ പറ്റാത്ത. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോക്ക് വ്യൂസൊക്കെ പോയിട്ടില്ലെങ്കിലും ഞാൻ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വ്യൂസ് ഓരോരോ ആൾ വരുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും എന്നെയും കാണാൻ ഒരാളുണ്ടല്ലോ എന്ന്. വളരെ താങ്ക്സ് എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത്. വെറുതെ പറഞ്ഞ താങ്ക്സ് അല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് മനസ്സിലിരുന്ന് വന്നതാണ്. അത്രക്കും ഞാൻ സന്തോഷമായിട്ട് പറഞ്ഞ താങ്ക്സാണ് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ അടുത്ത് ചെറുപയർ കറിയൊക്കെ റെഡിയായി, അങ്ങനെ ദോശയൊക്കെ റെഡിയായി. അപ്പം മോൻ വന്നിട്ട് ബാക്കിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ പറയുന്ന കണ്ടില്ലേ നിങ്ങൾ, ഞാൻ പറഞ്ഞിട്ടില്ലേ നേർമയായ ദോശയാണത്. അപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ ഇട്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വാഷിംഗ് മെഷീനിൽ കുറച്ച് കംപ്ലൈൻ്റ് അല്ല, അപ്പോൾ ഈ സോപ്പിൻ്റെ പൊടിയൊക്കെ എന്തോ മിക്സ് ആകാത്ത പോലെ ഒരു ഫീൽ. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി എല്ലാം ഇട്ട് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടാണ് പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത്. അങ്ങനെ നമ്മൾ യൂണിഫോമൊക്കെ എല്ലാം എടുത്ത് അലക്കാനുള്ളതൊക്കെ കൈകൊണ്ട് അലക്കാൻ യൂണിഫോം ഒന്നും ഇടൂല. അപ്പോൾ പുതിയ ഡ്രസ്സൊന്നും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടൂലല്ലോ. അതൊക്കെ അങ്ങനെ വാഷ് ചെയ്ത് അപ്പോൾ ഡ്രസ്സൊക്കെ അങ്ങനെ സോപ്പൊക്കെ തേച്ച് വാഷ് ചെയ്യുന്നുണ്ട്. പിന്നെ മുത്തുമണീസ്, എൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ അലക്കുന്ന കല്ലില്ലേ ഓക്കെ, അപ്പോൾ നിലത്ത് ഇരുന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ എല്ലാ വീട്ടിലും ഇങ്ങനത്തെ അലക്കുന്ന കല്ല് ഇല്ലേ ശ്രീലങ്കയിൽ.
അപ്പോഴല്ലേ ഞാൻ ഇന്നത്തെ ഡയറ്റ് എൻ്റെ ഇതാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ദോശയും ചെറുപയർ കറിയും നമ്മൾ കഴിച്ചിട്ട് നമ്മളെ ഫാമിലി നമ്മൾ ഭംഗിയായിട്ട് നോക്കണമല്ലോ. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് ഇനി എൻ്റെ ഡയറ്റ് ഫുഡാണ് ഇത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ എഗ്ഗ് വൈറ്റ് മാത്രമല്ല, എൻ്റെ ഇതിൽ ഞാനൊരു എല്ലവും കൂടി കൂട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ മുട്ട കഴിക്കാറില്ല. അപ്പോൾ ഡയറ്റിന് വേണ്ടി എന്തായാലും നിർബന്ധമായിട്ട് കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു വെള്ളവും എടുത്തിന്. അപ്പോൾ ഞാൻ ഈ രാവിലെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഞാൻ വെള്ളമാണ് എടുത്തത്. ഗ്രീൻ ടീ ഒന്നും കുടിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ രാവിലെ ബ്ലാക്ക് ടീ കുടിച്ചതുകൊണ്ട് ഗ്രീൻ ടീ വൈകുന്നേരം എടുക്കാമെന്ന് അത് അങ്ങനെ ആയി. പിന്നല്ലേ എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട് എല്ലാവരും ഇതാക്കണേ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിയായ മലയാളിയല്ല, എൻ്റെ ശ്രീലങ്കയാണ് ഞാൻ നാട്, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എൻ്റെ ഒപ്പം ആരെങ്കിലും വെയിറ്റ് ലോസ് ജേർണി ആയിട്ട് ഒപ്പം കൂടണമെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ എൻ്റെ ഒപ്പം കൂടിക്കോ. ഓക്കെ, നമുക്ക് നോക്കാം എത്രയാ കുറയുന്നതെന്ന്. ഇത് കറക്റ്റ് ഇത്ര കുറക്കൂത്തന്നെ ചാലഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ ശ്രമമാണല്ലോ വിജയോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.